ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നെറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ സ്കൂളിൽ ലീവാക്കിയിട്ടുണ്ട് ഗൈസ്. അതുള്ള ഒരു കറക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. ഞങ്ങൾ വെറുതെ ഇതിൽ കൂടെ നടക്കുക, എന്നെ കാണിക്കാൻ പോകുന്നു. വെറുതെ രസം. ഞാൻ അതിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇത് നമ്മൾ നേരത്തെ ഒരാളില്ലേ, പള്ളീൻ്റെ അതിൽ കൂടെ പോയാൽ കണ്ണങ്കണ്ടി എത്തും, വലിയ പള്ളി. അയാൾക്ക് മൊട തുറക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ തുറന്നില്ല, നമ്മൾ നേരെ തിരിച്ചാണ്. പിന്നെ നമ്മൾ പോകുന്നത് എന്തോ ചെരുപ്പ് എന്തോ റിട്ടേൺ ചെയ്യാണ്ട് ഗൈസ്. പിന്നെ അത് കൊടുക്കാൻ പോവാണ്. ചാമാരെ എല്ലാവരും ഇപ്പോൾ ഇത് കാണുന്നവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല. ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ചെയ്യണം, അല്ലാണ്ട് നിങ്ങൾ കണ്ടിട്ടൊരു കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതാ ബസ്സിൻ്റെ ഒക്കെ ചീറിപ്പായലാണ് ഗൈസ്, ചീറിപ്പായൽ. ഇനി നമ്മളിതാ എന്താ കടേൻ്റെ പേര്, എന്തോ ഒലീവ്സ് നെറ്റാണെന്ന് തോന്നുന്നു. ഒട്ടക്കടയാണ്, ഒട്ട ചെരുപ്പം തന്നിട്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് നടക്കാൻ പോവാണ്. കാല് വയ്യ. എന്തെങ്കിലും ഉമ്മാനെക്കുറിച്ച് ചാമ്പണം, രണ്ട് വലിയ വഴിയൊന്നുമില്ല. ഒരു ഉറുപ്പ് എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ ഗൈസ്. നമ്മളിപ്പോൾ ലാലാബേക്സ് എത്തി. ഇപ്പം എന്തൊക്കെയോ നടക്കാം, അല്ലാക്കറിയാം. ഇനി നമ്മൾ പിന്നെ ഇപ്പോൾ ഹോട്ടൽ ഇന്ദ്രവയനെത്തി. നമ്മളിനി ഇങ്ങനെ നോക്കാം, നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലോങ് ഡ്രൈവാണ്. മൈ മദർ കാണിച്ചു തരാൻ സമ്മതിക്കുന്നില്ല. നമ്മളിന്ന് ചിലപ്പോൾ ഞങ്ങൾ ഒരു ഇത് വാങ്ങുന്നതാണ്. ഞങ്ങൾ മീനിനെ വാങ്ങാൻ പോവുകയാണ്. മീനെന്ന് വെച്ചാൽ ഗപ്പീസ് ഓർ ഓസ്കാർ. നേരത്തെ പറഞ്ഞ കാര്യം എൻ്റെ ഒരു ഉറപ്പില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതാക്കണം. പിന്നെ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെരുപ്പാടയിലേക്കാണ്. ചെരുപ്പാടയിൽ പോയിട്ടിത് കൊടുക്കണം, കുറച്ചിട്ട് തിരിച്ച് വരണം. ഇതെങ്ങനെയെങ്കിലും പറയണം. ഓസ്കാറാണ് ഗായ്സ്. എൻ്റെ പുതിയ മീനൊക്കെ ഉണ്ട്. ഞാൻ പുതിയ കുറച്ച് മീനിനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ വീഡിയോ എന്തായാലും പുതിയതായിട്ട് എന്തായാലും വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്താണ്, സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ വീഡിയോസ് എന്താ വെച്ചാൽ പുതിയ കുറേ ഗപ്പീസ് ഉണ്ട്. ഗപ്പി ഉണ്ട് പുതിയ വാങ്ങി, പുതിയ മോൺസ്റ്റർ ഫിഷൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ പോവാ, ഒക്കെ വെളിച്ചമായിട്ട് കാണും. ഇനി ഫുള്ള് റെഡി ആക്കിയിട്ടാണ് നടത്താൻ പോകുന്നത്. കുറേ ചേച്ചിമാർ ലോട്ടറി ഒക്കെ വെക്കുന്നുണ്ട്. കണ്ടോ ഇവിടുത്തെ ഫ്രൂട്ട്സ് കണ്ടോ, സീനാണ് സീൻ. ഇവിടെ കുറേ ടോയ്സ് ഉണ്ട്, വാങ്ങണം എന്നല്ല ഉദ്ദേശമുണ്ട്. പക്ഷെ പൈസ ഇല്ല. ഇതാണ് എങ്ങനെയെങ്കിലും ഒരു പൈസ ഉണ്ടാവും. എവിടെയെങ്കിലും പോയിട്ട് ജോലിക്ക് പോകാം. ഏതോ അണ്ണൻ തമ്പി അച്ഛന്മാരെ കണ്ടോ, കണ്ണാപ്പിത്തലേ. ഏതാണ് സീന്. ഇനി നമുക്ക് കുറച്ച് കണ്ണാപ്പികളെ കാണാം. ഓടിപ്പോയോ, കുറേ പേരുണ്ട് ഗൈസ്. ഇനി ഞാൻ എന്ത് ചെയ്യോ. നമ്മൾ ഗീതാസിൻ്റെ അടുത്തെത്താനായി. ഗീതാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഏതോ സ്ഥലത്തെത്തിയിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസ് വർക്കിടാം. ഇടല്ല, ഇതിൻ്റെ റിവൈൻഡ് ആയിട്ടിടും. ഗപ്പിൻ്റെയും ലൈഫിങ്ങിൻ്റെയും വ്ളോഗിങ്ങൊക്കെ ഞാൻ ഇടാൻ പോകുന്നതാണ് ഗൈസ്. പിന്നെ വേറെ അക്കൗണ്ട് ഞാൻ വെട്ടാൻ പോവുകയാണ്. ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അയച്ചോളാം. എൻ്റെ ചാനലിൻ്റെ പേര് വ്ളോഗിങ് മാത്രമായിട്ടുള്ള ലൈഫ് ലൈവ് ആണ്. അത് എന്തായാലും വിടും.
പിന്നെ ഇവിടെ കുറേ DC ബുക്സ് ഉണ്ട്. എനിക്ക് കുറച്ച് കോമിക്സ് വാങ്ങണമെന്നുണ്ട്, പക്ഷേ പൈസ ഇല്ല. കോമിക്സ് ഒന്ന് അങ്ങോട്ട് കയറിയാലോ? ചാനെ ഓ ക്ഷീണിച്ചു ഗൈസ്, ഭയങ്കര ക്ഷീണം. പുതിയ സ്റ്റാൻഡ് മുതൽ പല സ്ഥലത്ത് വരും. ഇപ്പം ഞങ്ങൾ എവിടെ എത്തിയറിയോ? RE വെജിറ്റബിൾസ്, ടാൻസ ഒപ്റ്റിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്. ഓ മോനെ, നമ്മൾ ഇതിന് നമ്മളിനി പുതിയ സ്റ്റാൻഡിൽ നടക്കാൻ പോവാണ്. അല്ല, പഴയ സ്റ്റാൻഡ്. ഇവിടെ ഏതൊരു കോമിക്സ് കട ഉണ്ട്. സീനാണ്. എനിക്ക് കുറച്ച് ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്, ലൈക്ക് കോമിക്സ് ഓർ DC ബുക്സ്. പിന്നെ കുറച്ച് സീരീസ് കാണണമെന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ടെലിഗ്രാമിൽ ഒരു കിടിലം എന്ന് പറയാ, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഫിലിമുണ്ട്. എന്താ പേര് പറയാ? ദ മിറാക്കിൾ ഓഫ് ദ സെൽ നമ്പർ 7. അടിപൊളി ഫിലിമാണ് ഗൈസ്. ഫീലിങ്സിലുള്ള ആ ചെങ്ങായിൻ്റെയൊക്കെ ആക്ടിങ് അവനൊക്കെ സമ്മതിക്കണം. ഞാൻ എന്തായാലും കണ്ടോക്കണം ഗൈസ്. എന്താ പറയുക, മിറാക്കിൾ ഓഫ് ദ സെൽ നമ്പർ 7. പിന്നെ വ്ളോഗിങ് എഡിറ്റ്സാണ് ഇടല്, പക്ഷേ ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ടാണ്. ചെമ്മന്നൂരിൻ്റെ അടുത്തെത്താനായി, ഗോൾഡൻ ഡയമണ്ട്സ്. പിന്നെ നമുക്ക് എത്തണം. ഭയങ്കര നട്ടാണ്. ഇതൊരു പൂച്ച. അവിടെ ഒരു തട്ടുകട ഉണ്ട്. രാവിലെ തന്നെ എന്താ പറയുക, നമ്മളെ കാടയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. കാടയും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷല്ലേ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയോ ഗൈസ്? ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പുള്ള സാധനമല്ലേ, സ്പ്രേ അടിച്ച് വെക്കും. ചിക്കൻ്റെ സ്പ്രേ അടിച്ച് വെക്കുന്നത് അവിടെ തന്നെ വെക്കും. നാശാവാത്ത കുറച്ച് ലിക്വിഡ് വയ്ക്കും, അങ്ങനെ ഉണ്ട് വെക്കും. അങ്ങനെയാണ് ഓരോ പരിപാടി. ഒരു ആംബുലൻസ്, ഇന്നാലില്ലാഹി ഇന്നാലില്ലാഹി റാജിഊൻ. പിന്നെ അങ്ങനെ പോകുന്നതുകൊണ്ട് അധികം തട്ടുകടയിൽ നിന്ന് കഴിക്കാണ്ടിരിക്കുക. ഹോംലി ഫുഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് ഹോംലി ഫുഡാണ്. പിന്നെ തട്ടുകടയും നല്ലതാണ്, ചില നമുക്ക് വിശ്വാസമുള്ള ലൈവ് ഫ്രൈ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന നല്ല കടകളുണ്ട്. അത് കൽപ്പറ്റ നിറയുണ്ട്. നിങ്ങൾ നെസ്റ്റോൻ്റെ അടുത്ത് പോകുമ്പോൾ ഇൻഡ്രപെറ്റ്സ് ഉണ്ടല്ലോ, ഇൻഡ്രപെറ്റ്സിൻ്റെ റൈറ്റ് സൈഡിലൊരു രാത്രി മാത്രം 8:30 മാത്രം നടക്കുന്നൊരു അടിപൊളി കടയുണ്ട്. അവിടെ പോയി വാങ്ങുന്നത് മസ്റ്റ് ആണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഗൈസ്. പിന്നെ പുതിയ ഡ്രസ്സും പാൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോസ് ഇടും. ഇപ്പം നമ്മൾ ചെമ്മന്നൂർ കഴിഞ്ഞ് വലിയ ചുമ്മാ പള്ളിയിലെത്തി, HIUP അടുത്തുള്ള. ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ പുതിയ സ്റ്റാൻഡിൽ നടക്കും ഗായ്സ്. ഞങ്ങളെ കഷ്ടപ്പാടൊക്കെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യണം എന്തെങ്കിലും. നിങ്ങൾ നോക്കൂ ഗായ്സ്, ഇവിടെ എത്ര ആൾക്കാർ ചീറിപ്പാനി. എന്തിൻ്റെ ആവശ്യമാണ് ഇതിനൊക്കെ ഉള്ളത്? പറയൂ, എന്താവശ്യമാണ് ഇതിനൊക്കെ ഉള്ളത്? എന്തിനാണ് ആംബുലൻസ് പോട്ടെ വിചാരിക്കുക ഗായ്സ്? നമ്മൾ നൂറിൻ്റെ കൂട്ടുകാരൻ്റെ കടയിലെത്തി. എന്താ വരിക? അഷദ് നെറ്റാണ്. അഷദ് ബസ്സിൽ 5ാം ക്ലാസ്സിലാണ്. ഓൻ്റെ W പഠിക്കുന്ന എത്താനാണ്. ഓൻ്റെ ഉപ്പാൻ്റെ കടയിൽ നിന്ന് എടുത്തെത്തി. പക്ഷെ മൂപ്പര് ആരമോണെന്ന് പറഞ്ഞാൽ വലിയ ഡിസ്കൗണ്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് പെറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് ബിസിനസ് ചെയ്യാം. ഞാൻ കുറേ ഗപ്പീസിനൊക്കെ വെക്കുന്നുണ്ട്, ഫൈറ്റർ ബ്രീഡാകുന്നുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് സെയിലാക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബറാണ്, നിങ്ങൾക്ക് ഞാൻ വില കുറച്ച് തരും. നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഗപ്പിയൊക്കെ ഉണ്ട്, ഗപ്പീനൊക്കെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എടുത്തോളി. വേണ്ട ഇടയ്ക്ക് 2-3 പൈസയൊക്കെ തന്നാൽ ഗൂഗിൾ പേ ഒക്കെ ചെയ്യണേ ഗൈസ്.
കുറച്ച് ഒരു ചെയ്താൽ നിങ്ങൾക്ക് പറ്റുന്ന പൈസയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക UP സ്കൂളിനടുത്തെത്താനേ ഹോൾസെയിൽ കടയൊക്കെ ഉണ്ട്. നമുക്ക് കടയിലെത്താനായി ഗൈസ്. കടയിലെത്താനായി നമുക്ക് കാണാം. ഒരു ഇംഗ്ലീഷുകാരൻ വരുന്നുണ്ട്, കാണിച്ചു തരാം. താടിയൊക്കെ ഇന്ത്യക്കാരനെ പോലെ. കണ്ടില്ല ഗൈസ്, ഇവിടെ ഹോൾസെയിൽ ഡ്രസ്സൊക്കെ ഉണ്ട്, അടിപൊളി സാധനമാണ്. പിന്നെ അതാ എൻ്റെ കൂട്ടുകാരൻ്റെ ഉപ്പാൻ്റെ അറ്റ്ലസ് ജ്വല്ലറി. അറ്റ്ലസ് ജ്വല്ലറി അറിയുകയാണെങ്കിൽ മാനേജറുണ്ട്, ഇയാളല്ല, മൂപ്പരല്ല, ഇവരല്ല, വേറൊരു കാക്കുണ്ട്. എന്താ പറയുക, റഷീദ് ഖാനോ പേര്. ഓരോട് ചോദിച്ചാൽ മതി. അസാമിനെ അറിയുമോ? അസാമിൻ്റെ കൂട്ടുകാരൻ, നിഷാൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഇട്ടരും. പോയി വാങ്ങിക്കോ സ്വർണ്ണം. ഞാൻ വന്ന് പറഞ്ഞാൽ കേട്ടോ. കാറൊക്കെ റോട്ടിൽ നിർത്തി വെച്ചിട്ടുണ്ട്. എന്താണ് തിരക്ക്? ഞാൻ ഒരു എന്താ പറയുക ഐഫോൺ അല്ല, സാംസങ് S24 ഉണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അൾട്ര അല്ല, സാധാ, അല്ലെങ്കിൽ iPhone 7 അല്ലെങ്കിൽ 9 ഉദ്ദേശിക്കുന്നുണ്ട് എടുക്കാൻ ഗൈസ്. നിങ്ങൾ കുറച്ച് പൈസ എന്നാൽ സഹായകമായി എടുക്കാൻ പറ്റുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ ലൈവൊക്കെ ഇട്ടോ, ഗെയിമിങ്ങിൻ്റെയൊക്കെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരാളെന്നെ ഇടിച്ച് ഗൈസ്. വേറെ ചെറിയ ചെക്കനെ വെച്ച് കുത്താൻ നിൽക്കുന്നതിന് വലിയൊരു ചെക്കനാണ്. ഇതാ നമ്മൾ വലിയതൊരു ചാലക്കെത്തി. എവിടെയാ പറയാ സ്ഥലം? ഏതോ സ്ഥലമാണ് ഗൈസ്. നമ്മൾ ചെരുപ്പാട് എത്താനായോ? ചെരുപ്പെത്താനായോ? എത്താനായി എന്നാണ് പറയുന്നത്. എനിക്ക് സ്ഥലം എന്നറിയില്ല, കടേൻ്റെ പേര് അറിയാം, എന്തോ ആണ് എനിക്കറിയില്ല. എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഞാൻ പലതും തരും, ലൈക്ക് ചെയ്തവരും. ഇനിയിപ്പോൾ എന്ത് നമ്മുടെ ഇനി ഞാൻ റൊണാൾഡോ ഫാനാണ് ഗൈസ്. എൻ്റെ വീടിൻ്റെയൊക്കെ ഫുള്ള് ഞാൻ ലൈവ് ഇടുന്നതാണ്. വീടിൻ്റെ എല്ലാം ഗൈസ്. ഒരാൾ കള്ളുടിച്ചിട്ട് എൻ്റെ അടുത്ത് കൂടെ പോയി. ബാഡ് സ്മെൽ. അയാൾ പോലീസുകാരുടെ അടുത്ത് എന്താ സംസാരിക്കുക? അയാൾ വായു ഒത്തിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കൂലേ എനിക്കെങ്ങനെയാണ് കള്ളിനോട് ബന്ധമെന്ന്? എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ബിസിനസ്സായിട്ട് പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ ആക്രി എന്താ പറയുക, ബോട്ടിൽ വിൽക്കുക, പൈസ ഉണ്ടാക്കുക. അപ്പം ഞങ്ങളെ അടുത്തുള്ള അക്കാദമിയിൽ ബോട്ടിലൊക്കെ വെറുക്കാൻ പോയപ്പോണ്ട് ഒരു ബോഡിക്ക് അല്ലല്ല എന്താണ് പേര്, ജവാനി പകുതിയല്ല പകുതിൻ്റെ പകുതി വെച്ചിട്ട് ഞങ്ങളത് എടുത്തിട്ട് കളഞ്ഞിട്ട് അതെടുത്ത് കുപ്പി ഞങ്ങൾ വിറ്റ് 20 റുപ്യ കിട്ടി. ഞങ്ങൾക്ക് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ കളിക്കാനൊന്നും പോയില്ല, കളിക്കാൻ തന്നെ അധികം പോകും. പക്ഷെ ചില സമയത്തിന് പോകാൻ പറ്റില്ല, പഠിക്കേണ്ടി വരും. എൻ്റെ ഭയങ്കര തിരക്കാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ ഷവർമ സ്റ്റോപ്പിൽ എത്താനായി. എത്താനായി ഷവർമ സ്റ്റോപ്പ് എത്തി ഗൈസ്. അപ്പോൾ ഇതേതാ സ്ഥലം നമുക്കറിയില്ല. ഇതല്ല അടിപൊളി കടയാണ്.
ഷവർമ്മ നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉള്ളതാണ്. എന്താ അറിയില്ല ഗൈസ്, ഷവർമ്മ സ്റ്റോപ്പ് 2-3 ദിവസമായി തുറക്കുന്നില്ല. കയ്യിൽ കൂടെ ഒരു പട്ടി പോകുന്നു. എന്താ ഇവിടെ ഞങ്ങൾക്ക് മോതിരം വാങ്ങി. എനിക്ക് മോതിരം വാങ്ങാൻ തോന്നി. ഇടക്കിടക്ക് എനിക്ക് ഇഷ്ടമുള്ളതാണ്ട് വാങ്ങും. നിങ്ങളെ കല്യാണം കഴിച്ചു അന്യാ അങ്ങനെ ഇനിയിപ്പോൾ എവിടെയാ വണ്ടി? ഇനിയിപ്പോൾ വെസ്റ്റിലേക്കിലെത്തി. വുമൻസ് ഉള്ള ഡ്രസ്സാണ്, അടിപൊളി ചുരിദാരൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല കുഴപ്പമില്ലാത്ത വാൻസ് പോലത്തെ ഡ്യൂപ്ലി സാധനമുണ്ട്. നമ്മൾ ആ കടയിലെത്തി. സിന്ദൂറിനപ്പുറത്തുള്ള കടയിലെത്തി. പോലീസ് നമ്മളെത്തി. ഇന്നലെ ചെരുപ്പ് എടുത്തിരുന്നു കേട്ടോ, അത് ഇടുമ്പോൾ വേദനയാണ്. എന്താ ഗൈസ് പീഡിയ അപ്പോൾ നമ്മൾ ഉള്ളിലാണുള്ളത്. പിന്നെ എടുക്കണം. എടുത്തിട്ട് ചെരുപ്പെടുക്കണം. ഇതുപോലത്തെ അമ്മ ഒരു വാൻസ് പോലത്തെ കോൺഗ്രസ് ചെരുപ്പിട്ട് വെക്കാണ്. ചെരുപ്പ് മാറ്റിയിട്ട് ഇത് ഇതിൻ്റെ സെറ്റാണോ? പിന്നെ ഇവിടെ ഇപ്പുറത്ത് പോകണമെന്നുണ്ട്. പക്ഷേ പോവാ എങ്ങനെയെങ്കിലും മക്കളെ ഞാൻ വെറുതെ ചെക്ക് നോക്കിയതാണ്. എനിക്ക് വേണമെന്നില്ല, എന്നാലും നോക്കുകയാണ്. ഇവിടെ ചേട്ടാ അത് ഇവിടെ വെച്ചു. നമ്മളിപ്പോൾ പഠിച്ചിട്ട് ഞങ്ങൾക്ക് പോരാട്ടോ പോയിട്ട് ഇതിൻ്റെ വേറെ മോഡൽ ഇങ്ങനത്തെ വേറെ മോഡൽ ഇങ്ങനത്തെ വേറെ മോഡൽ ഇങ്ങോട്ട് വരും വേറെ കിട്ടിയിട്ടുണ്ട്. അതെത്രയാ സൈസ്? എടുക്കുന്നുണ്ട്. നടക്കാൻ കഴിയില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാവും.
ഇത് മതി. ഓടയാടി ഇയാളെ കുത്തണം. കൊടുന്നില്ലേ ഏതാ കളർ? അതല്ല കൊടുന്ന ബോക്സിലിട്ട് അടിസ്ഥാനമായിട്ട് വെച്ചാൽ മാറ്റിയാൽ മതി. അതിലിട്ടോ ബോക്സ് ഇയാളൊക്കെ എൻ്റെ ഒറ്റ കിട്ടിയിട്ട് കുത്തി പൊളിച്ച് താഴ്ത്തി ചവിട്ടി കൊന്ന് ആസിഡ് വെച്ച് കൊന്നേനെ. നമുക്കിനി വേറെ പോവാണ് തിരിച്ച്. അതാ ആ ഫെയർ ഫുഡിലേക്ക് എമ്മാലങ്ങൾ കണ്ടിട്ടുള്ള ശരിക്കും നിങ്ങൾക്ക് പറ്റിയ എന്താ നല്ല ശരിക്കും സ്ഥലം നിങ്ങൾക്ക് എന്താ ഈ കൽപ്പറ്റയ്ക്ക് ഏറ്റവും നല്ല പിക്കാട്ടോ അപ്പുറത്തേക്ക് പിക്കാട്ടോ നല്ല റേറ്റാണ്. ആ എന്നാൽ അത് വിടുക ഫെയർ ഫുഡ് നോക്കി അവിടെ നല്ല അത് വുമൻസിൻ്റെ കളക്ഷനൊക്കെ നല്ല ഉണ്ടോ നോക്കി ഇവിടെ ഇനി നമുക്ക് എല്ലാം പറഞ്ഞു അതിന് ഓളേതാ അവിടെ നല്ലുണ്ടല്ലേ. അവിടെ പറഞ്ഞാൽ അവിടെ നിന്ന് നോക്കണ്ട, നമുക്ക് വേണമെങ്കിൽ വേറെ നോക്കാം. അപ്പോൾ അവിടെ നിന്ന് നോക്കാം. നമുക്ക് പോയില്ല. പിന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ പോവാ. ഇനി വേണ്ടടാ, ഇനി മീനിൽ ഞാൻ പറഞ്ഞല്ലോ നാളെ നാളെ പോവാണേ. ഉറപ്പിച്ചോ നാളെ ഉറപ്പിച്ചോന്ന് പറയാൻ പറ്റും. ഇൻഷാല്ല ഞാൻ നാളെ പോവും. നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. അല്ല ചായ ഇല്ല, നാളെ വിടൂലേ? ഇൻഷാല്ല നാളെ വിടണം. ഇൻഷാല്ല കേട്ടിക്കല്ലേ ഗൈസ്? ഇൻഷാല്ലാന്നല്ലേ? ഇൻഷാല്ല അത് കേട്ടാ മതി ഒന്നുകൂടി പറ. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമില്ല. കാരണം എന്നാലും ഒന്നുകൂടി പറ. ഇൻഷാല്ല പറഞ്ഞില്ലേ? സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ പറയുക, ഇപ്പം തന്നെ ഒരുപാട് ഉപ്പജി ഭയങ്കര അള്ളാഹ്ക്ക് നിരക്കാത്ത കാര്യം ചെയ്യുന്നത്. കാരണം ഉപ്പജി ഇപ്പോൾ വാങ്ങി തന്നിക്കുള്ളൂ ഒരു മീൻ 2 മീനിനെ. ഇനിയും മീൻ വാങ്ങാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണത്, മോശമുള്ള പരിപാടി. കാരണം അത്രയും പൈസ ചിലവാക്കാൻ പാടില്ല. ഉപദേശം വർക്ക് ചോറുന്ന സമയമോ അവിടെ ഇല്ല സമയത്തായി 11 ക്രോസ് ചെയ്യാനാണോ? അവൻ്റെ പിറകിലോ ബസ്സിൻ്റെ മുമ്പിൽ അങ്ങനെ ക്രോസ് ചെയ്യരുത് കേട്ടോ. ബസ് പോയാൽ അതിൻ്റെ ഫ്രണ്ടിലുള്ളവർ നമ്മൾ കാണൂല. അപ്പോൾ നമ്മൾ വന്ന് ഇടിച്ചങ്ങ് പോകും. ബസ് പോയിട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ പോയരുത് കേട്ടോ. അപ്പുറത്ത് വരുന്നവർ നമ്മളെ കാണൂല, ഓരോ ഒന്ന് ഇരിക്കുകയും ചെയ്യും. ടാൻ അടിക്കുന്നുണ്ട് ഗൈസ്. ടാൻ അടിക്കുന്നൊന്നും ഇട്ടിട്ടില്ല. എനിക്കൊരു ഇവിടുന്ന് ഒരു അവിൽ മിൽക്ക്, ഞാൻ ഒരു അവിൽ മിൽക്ക് കുടിക്കാൻ പോവാണ് ഗൈസ്. അവിൽ മിൽക്ക് ഉണ്ടാവും. ഒരു കടയിൽ കയറിയിട്ടുണ്ട്. അത് സമൂസ, നല്ല സമൂസ. സമൂസ ഉണ്ടുമ്മാ. എനിക്ക് അവിൽ മിൽക്ക് അക്സ ബേസ് അറിയോ? അക്സ ബേക്സ് അല്ലെങ്കിലല്ലേ മറ്റേ ഇവൻ്റെ കൂട്ടുകാരനില്ലേ, നൂറിൻ്റെ കൂട്ടുകാരൻ, ഓൻ്റെ പല കടയിൽ പോവാ. അത് കൂടിയാ ആ ജുമാ പള്ളീൻ്റെ അടുത്ത് അവിടെ നടക്ക്. ഇങ്ങനെ തൂങ്ങല്ലേ എൻ്റെ തോളത്ത്. ഒന്ന് വാങ്ങി പിടിച്ചുകൂടെ എനിക്ക്? ഞാൻ ഇത്ര നേരമല്ലേ പിടിച്ചത്. എന്നാലിപ്പോൾ എന്താ എനിക്ക് ബാഗ് ഒരു ട്രാൻസ്ജെൻഡറിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ
വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറേ നടക്കാണ്ടല്ലേ. ഒന്നിവിടെ ഇതോടെ സഫയിലൊന്ന് കയറോ, ഒന്ന് ജസ്റ്റ് വെറുതെ നോക്കാൻ. പറക്കാൻ എനിക്ക് എത്ര റേറ്റ് ഉണ്ട് നോക്കാൻ. ആ സിറ്റി വാക്കിലൊക്കെ നല്ല നല്ല സിറ്റി വാക്ക് സാരമില്ല. നല്ല സിറ്റി വാക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കും, ഇന്നലെ തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും സിറ്റി വാക്കിലൊന്ന് വെറുതെ കയറിയാ ഒന്ന് വെറുതെ ആയിട്ടില്ല, നമുക്ക് ഇവിടെ നോക്കാം. ഗായ്സ് ഇന്നലെ PT സാറിനെ കൊണ്ട് ഷട്ടിൽ ബാറ്റിനെ കൊണ്ട് കിട്ടിയ വേൻ എപ്പോഴും പോയിട്ടില്ല. എനിക്കോ ഇന്ന് ബുധനാഴ്ച അല്ലേ? ആ 100 കൊണ്ടയിലാണ് സ്കേറ്റിംഗ് ഷൂ. ആ ആ എന്താണ് ഗൈസ്, ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് PT സാറ് വന്നിട്ട് ക്ലാസ് കട്ട് ചെയ്ത് സാറ് ഞങ്ങളെ കണ്ട് ഞങ്ങൾ ഓടി. സാറ് അടിച്ചു മോനെ ഉള്ളിൽ കയറിയിട്ട് കണ്ടി സാർ ഉള്ളിൽ കയറിയിട്ട് അടിച്ച് പൊളിച്ച്. ഏത് ബാറ്റും കൊണ്ടോ ഷട്ടിൽ ബാറ്റിൻ്റെ ബാക്കും കൊണ്ട് പൊളിച്ച് പറഞ്ഞാൽ പൊളിച്ച്. ഇപ്പോഴും വേദന വയ്ക്കില്ല. ഞാൻ നോക്കുമ്പോണ്ട് എന്താ പറയുക ചോണക്ക് എന്ത് ചെയ്യാനാ ഓടണ്ടേനു. സാറിനാണെങ്കിൽ ഒടുക്കത്ത് ഓട്ടോ. എന്താ ചെരുപ്പൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെയും നമ്മളൊരു ചെരുപ്പ് എടുത്താൽ ഇങ്ങനെയാണ് മറ്റേതാണ് ഇറ്റേതാണ് പറഞ്ഞു വേറെ ചെരുപ്പ് നോക്കട്ടെ. മുടിയൊക്കെ എന്താ കോലായിക്ക്. മുടിയെ വെട്ടണം കഴിച്ചു. സൈഡ് ചെരുപ്പ് എടുക്കുന്നുണ്ട്. രസമല്ല ഞാനാണെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പുറത്ത് പോയ അടിപൊളി ചെരുപ്പ്. അപ്പുറത്ത് അപ്പുറത്ത് പോവാ. എനിക്ക് മേലെ പോകണമെന്ന് പറഞ്ഞില്ലേ? ഇതാ പറഞ്ഞില്ല. ടബ്ലറോണൊക്കെ ഉണ്ട് ഗൈസ്. എന്താ അറിയില്ല ഗൈസ്, ഗ്രാൻഡ് ഫ്രഷ് പൂട്ടിപ്പോയി ഗൈസ്. ഇവിടുത്തെ പൂട്ടിപ്പോയി. ഞാൻ ജിമ്മിന് പോകുമ്പോൾ കാണുന്നുണ്ട്. എന്താ അറിയില്ല ഗൈസ്, ഒരു കച്ചവടമില്ല. തുറന്നിക്ക്. ഇവിടേക്ക് ഏതോ കട, ഇതൊക്കെ ഏതോ പുതിയ കട. ഈസി വഴി തുടങ്ങിയിട്ടുണ്ട് സഫ. സൈലന്റ് പ്ലേസ്. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കളരുന്നു ഫോണെടുത്തിട്ട്. എല്ലാവർക്കും ബൈ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അടിക്കാം. എല്ലാവരും ബൈ.